സുഹൃത്തുക്കളെ, നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാടധികം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുൻപിൽ വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം മലയാളത്തിൻ്റെ സ്വന്തം അല്ലെങ്കിൽ റാപ്പ് എന്ന് പറയുന്ന ഒരു കലാരൂപത്തിന് ഇത്രയധികം ഒരു പ്രചാരണം നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കി കൊടുത്ത, അല്ലെങ്കിൽ ഇത്രയും അധികം സ്വീകാര്യത ഉണ്ടാക്കി കൊടുത്ത ഒരു കലാകാരൻ, ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് ആയിട്ടുള്ള റാപ്പ് എന്ന് പറയുന്ന കലാരൂപത്തിനെ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന കൊള്ളരുതായ്മകൾക്കെതിരെ സംസാരിച്ച ഒരു വ്യക്തിയാണ് വേടൻ. നമുക്കെല്ലാവർക്കും അറിയാം. അത് ജാതി ആയിക്കോട്ടെ, മതമായിക്കോട്ടെ, രാഷ്ട്രീയമായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, വർണ്ണ വിവേചനങ്ങളുമായിക്കോട്ടെ, ഇതിൻ്റെ എല്ലാം അതിർവരമ്പുകളെ ഭേദിച്ചുകൊണ്ട് ആ ഒരു അതിർവരമ്പുകൾ ഇവിടെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നവോത്ഥാന നായകന്മാരായിട്ടുള്ള അംബേദ്കറും മഹാത്മാഗാന്ധിജിയും അതേപോലെ തന്നെയുള്ള ഓരോ ആളുകളും എന്താണ് നമ്മുടെ നാടിന് വേണ്ടി ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത്, അതേപോലെയുള്ളൊരു കാര്യം ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിലും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് വേടനെന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള ഒരു വേടന് നമ്മുടെ സംസ്ഥാന സർക്കാർ ഒരു അവാർഡ് കൊടുക്കുകയുണ്ടായി. അതായത് മികച്ച ഗാനരചയിതാവിനുള്ള ഒരു അവാർഡ്. ആ അവാർഡ് കിട്ടിയ സമയത്ത്, അല്ലെങ്കിൽ ആ അവാർഡ് പ്രഖ്യാപിച്ച സമയത്ത് ജൂറിയിൽ ഉണ്ടായിരുന്നത് പ്രകാശ് രാജും അതേപോലെ ഒരുപാട് ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പ്രകാശ് രാജൊക്കെ ആ ഒരു അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ ഒരുപാട് ആളുകൾ പ്രകാശ് രാജിനെ ഒരു പൊങ്കാലയിടാനും പിന്നീട് വേടനെ പോലെ ഒരു കഞ്ചാവ് പോളിക്ക് എന്തിനാണ് അവാർഡ് കൊടുക്കുന്നതെന്നും ഒക്കെ ചോദിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇവരുടെ എല്ലാം ബുദ്ധിമുട്ട് വേടനെ പോലെ ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരുത്തന് ഒരു അവാർഡ് കൊടുത്തു എന്നുള്ളതും, വേടനെ പോലെ കറുത്ത നിറമുള്ള ഒരുത്തന് അവാർഡ് കൊടുത്തു എന്നുള്ളതും, പെണ്ണുപിടി എന്നുള്ളൊരു കേസ് വേടനെതിരെ ഉള്ളത് കൊണ്ടും, കഞ്ചാവ് വലിച്ചെന്നുള്ളൊരു കേസ് വേടനെതിരെ ഉള്ളത് കൊണ്ടും, പുലിനഖം കയ്യിൽ സൂക്ഷിച്ചത് അല്ലെങ്കിൽ പുലിനഖം കൊണ്ടു നടന്നത് ഒരു കേസ് ഉള്ളത് കൊണ്ടും, ഇതൊക്കെ വേടനെതിരെ ഇവർക്ക് സംസാരിക്കാൻ വേണ്ടി ഒരു ആയുധം മാത്രമാണ്. ഇതൊന്നും വേടനെ ഒരു അലിഗേഷൻ എന്ന് പറഞ്ഞാൽ, അല്ല, വേടനെതിരെയുള്ള അലിഗേഷൻസ് മാത്രമാണ് ഇതൊക്കെ. അതിനെ ഒരു ആയുധം മാത്രമാക്കിയാണ് ഇവർ ഉപയോഗിക്കുന്നത്. വേടൻ പെൺകുട്ടികളുമായിട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നു ചോദിച്ചാൽ പെൺകുട്ടികൾക്ക് താല്പര്യമുള്ളത് കൊണ്ട് തന്നെ വേടനോടൊപ്പം പോയിരുന്നു. വേടനും സഹകരിച്ചിട്ടുണ്ട്, അതില്ലെന്ന് വേടനും പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ വേടനെ കൊടുക്കാൻ നോക്കിയിട്ട് നടക്കാഞ്ഞതിനാലാണ് വേടൻ്റെ വീട്ടിൽ കയറി റെയ്ഡ് നടത്തുകയും വീട്ടിൽ വേടൻ പച്ചക്കറി, അതായത് നമ്മുടെ ഈ സാധനങ്ങൾ അരിയാൻ, പച്ചക്കറി, അതായത് ഉള്ളി, ക്യാരറ്റ്, ഇതൊക്കെ അരിയാൻ വേണ്ടി വീട് വെച്ചിരുന്ന ആയുധങ്ങളൊക്കെ ഇതൊക്കെ പോലീസ് എടുത്തിട്ട് വലിയ ആയുധ ശേഖരമാണെന്ന് പറഞ്ഞതും, പിന്നീട് വേടൻ്റെ ആ ഒരു റൂമിൽ നിന്ന് കഞ്ചാവിൻ്റെ ശേഖരം ഒരാളുടെ കയ്യിൽ വെക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നുള്ളൂ. സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാമായിരുന്നു. പക്ഷേ അതിന് പിന്നാലെ വേടൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഉശിരുള്ള നെഞ്ചിൻ്റെ മുകളിൽ കിടക്കുന്ന പുലിപ്പല്ലിൻ്റെ പിന്നാലെ പോലീസ് അവസാനം ഒന്നും ചെയ്യാൻ പറ്റാതെ സംസ്ഥാന സർക്കാരും ഇടപെട്ട് ഈ പരിപാടി വേണ്ടെന്ന് വെച്ചു. ഇത് ശരിക്കും സംഘികൾ നടത്തിയൊരു റെയ്ഡായിരുന്നു, അല്ലെ സംഘികളുടെ ഒരു അകമ്പടിയോടുകൂടി കേരള പോലീസ് ചെയ്ത ഒരു റെയ്ഡായിരുന്നു. പക്ഷേ അവസാനം കേരള സർക്കാരിന് കാര്യം മനസ്സിലായതുകൊണ്ട് അത് കാര്യങ്ങൾ അതിൻ്റെ രീതി വിട്ടു. വേടനെതിരെ യുവ ഡോക്ടർ കൊടുത്തൊരു പരാതിയിൽ ഇപ്പോഴും കേസ് കിടക്കുന്നുണ്ട്. എന്തായാലും ആ കേസ് ആ രീതിയിൽ തന്നെ പോകുന്നുണ്ട്. വേടനും അതിനുള്ള പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ടെന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വേടന് സംസ്ഥാന അവാർഡ് കിട്ടി, അല്ലെങ്കിൽ മികച്ച ഗാനരചയിതാവിനുള്ള അവാർഡ് കിട്ടി. അത് ഇന്നാണ്, അതായത് ഈ കഴിഞ്ഞ ദിവസമാണ് ഈ പറയുന്ന അവാർഡുകളെല്ലാം നൽകിയത്. മമ്മൂക്കയ്ക്കടക്കം എല്ലാ ആളുകൾക്കും ആ ഒരു അവാർഡ് നൽകിയത് ഇന്നലെ തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ വേടനെയും അവാർഡ് കൊടുക്കാനായിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ ആ വേദിയിൽ വെച്ചിട്ട് വികാരനിർഭരമായ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ വേടൻ വേദിയിലേക്ക് വരുന്നു. ആ വേടൻ്റെ അച്ഛനെ, അതായത് താൻ ദൈവതുല്യനായിട്ട് കാണുന്ന തൻ്റെ അച്ഛനെ തന്നെ ഈ രീതിയിലേക്ക് വളരാൻ അനുവദിച്ചാലേ സാധിച്ചത് ഈ ഒരു അച്ഛനുള്ളത് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ അച്ഛനെ വിളിച്ചുകൊണ്ട് ആ ഒരു അവാർഡ് ഏറ്റുവാങ്ങുന്നൊരു രംഗം കൂടി നമ്മളവിടെ കണ്ടിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ നിങ്ങൾക്കായിട്ട് നിങ്ങളിലേക്ക് കൂടി എത്തിച്ചു തരാം. വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. ഞാൻ എൻ്റെ അപ്പനെ ക്ഷണിച്ചോട്ടെ, ഞാൻ ഈ വേദിയിലേക്ക്, പ്ലീസ്. എവിടെ എൻ്റെ പ്രിയപ്പെട്ട അപ്പൻ? ഈ അവാർഡ് എനിക്ക് കിട്ടാൻ കാരണക്കാരനായിട്ടുള്ള ഒരേ ഒരു വ്യക്തി എൻ്റെ അപ്പൻ മാത്രമായിരിക്കും ഈ ഭൂമിയില്. കാരണം സ്വന്തം ആരോഗ്യവും സ്വന്തം ഇഷ്ടങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് എന്നെ വളർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് പണിയെടുത്തിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പ കണ്ടില്ല, സ്നേഹത്തോടുള്ള വിളി കേട്ടില്ലേ? ആ അച്ഛൻ അവിടേക്ക് എത്തുന്നു. ഏതൊരു അച്ഛൻ്റെയും ഏതൊരു മാതാപിതാക്കളുടെയും ഒക്കെ ഒരു സന്തോഷകരമായ വലിയൊരു നിമിഷം, ലൈഫിലെ ഏറ്റവും നല്ല മൊമെൻ്റാണിത്. ആദ്യമായിട്ടാണ് എൻ്റെ അപ്പൻ ഇങ്ങനെ ഒരുങ്ങി വെള്ളമുണ്ടും പുതിയ വസ്ത്രമൊക്കെ ഇട്ടിട്ട് വരുന്നത്, ആദ്യമായിട്ട് ലൈഫില്. കണ്ടില്ലേ, സുന്ദരനായിട്ടില്ലേ? ഇതിങ്ങനെ എൻ്റെ അപ്പനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതിന്റെ അപ്പനൊന്നും ഉണ്ടായില്ലായിരുന്നു. കുറെ സ്നേഹം ഉണ്ട് എല്ലാവരോടത്തും. ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. പിടിച്ചതെല്ലാം പുലിവാലിടാ, കാണ്ടമൃഗത്തിന്റെ തോലിടാ, അഴുക്കിൽ പിറന്നവരാണടാ, അഴി മുഖങ്ങൾ നീന്തുന്ന ആളടാ, പക
പകല് പറന്നങ്ങ് പോയടാ ഇരവ് നമുക്കുള്ളതാണടാ പദവി പണമൊന്നും വേണ്ടടാ ഇത് ഉരുക്ക് ഗുണമുള്ള തോളടാ പിന്നെന്താ പിന്നെ ഒരുപാട് നന്ദിയുണ്ട് ലൈക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയാനുള്ളത് മഞ്ഞുമൽ ബോയ്സിന്റെ ടീമിനോടാണ് സ്പെഷ്യലി ചിദംബരം ചേട്ടൻ ഐ ലവ് യു സോ മച്ച് യു നോ ഐ ലവ് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ഗൈസ് താങ്ക് യു സോ മച്ച് ഞാൻ കണ്ടില്ലേ, ഇതാണ് വേടൻ ആ വേദിയിൽ വെച്ചിട്ട് പറഞ്ഞത്. ഇത് വേടൻ പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ അച്ഛൻ ഇതുപോലെ ഒരുങ്ങി ആദ്യമായിട്ടാണ് ഒരു വേദിയിൽ വരുന്നത്, അല്ലെങ്കിൽ എൻ്റെ അച്ഛനെ ഒരുങ്ങി ഇതേപോലെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, അതിന് ഈ ഒരു അവാർഡ് സഹായിച്ചു, അല്ലെങ്കിൽ ഈ ഒരു വേദിയിലാണ് ആദ്യമായിട്ട് വരുന്നതെന്നാണ് വേടൻ പറഞ്ഞത്. അത് കാണുമ്പോൾ വേടനെ സ്നേഹിക്കുന്ന എല്ലാ ആളുകളുടെയും കണ്ണൊന്ന് നനഞ്ഞിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ്? ആ അച്ഛൻ ആ വേദിയിലേക്ക് വന്നതുകൊണ്ടല്ല, ആദ്യമായിട്ടാണ് ഇത്രയും നല്ലൊരു വേഷം എൻ്റെ അച്ഛൻ ഇടുന്നതെന്ന് പറഞ്ഞതുകൊണ്ടാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന്, ഒരു ചേരിയിൽ നിന്ന് കൂലിപ്പണിയും എടുത്ത് അന്നന്നത്തേക്കുള്ള അന്നത്തിന് വേണ്ടിയിട്ട് പണം സമ്പാദിച്ചിരുന്ന ഒരു മകനായിരുന്ന വേടൻ ഇന്ന് ലോകമെമ്പാടുമുള്ള ജനങ്ങൾ സ്നേഹിക്കുന്ന, ലോകമെമ്പാടുമുള്ള ജനങ്ങൾ നെഞ്ചേറ്റുന്ന, ലോകത്തെല്ലാമുള്ള ജനങ്ങളുടെ ഒരു ചേട്ടനും സഹോദരനും എല്ലാമായിട്ടുള്ളൊരു മനുഷ്യനായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അതിൽ കഠിന പ്രയത്നം തന്നെയുണ്ട്. ഒരു കൂട്ടം നിശബ്ദരാക്കപ്പെട്ട ആളുകൾക്ക് വേണ്ടി സംസാരിച്ചവൻ മാത്രമല്ല വേടൻ. ഈ നാട്ടിൽ നിലനിൽക്കുന്ന, ഈ നാട്ടിൽ മാത്രമല്ല മറ്റ് ഏതൊരു നാട്ടിൽ പോയാലും അവിടെ എല്ലാം നിലനിൽക്കുന്ന കൊള്ളരുതായ്മകൾ വരച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് അതിനെതിരെ സംസാരിച്ചൊരു വ്യക്തിയാണ് വേടൻ. അത് ഒരു കൂട്ടം ആളുകൾക്ക് വേണ്ടിയിട്ടല്ല, ലോകം മുഴുവനുമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടായിരുന്നു. ആരാണോ നിശബ്ദരാക്കപ്പെട്ടവർ അവർക്ക് വേണ്ടിയിട്ട് ശബ്ദം പകരാം, അതായിരുന്നു വേടൻ്റെ ഒരു തീം, അല്ലെങ്കിൽ അതായിരുന്നു വേടൻ്റെ മുദ്രാവാക്യം. അതിനു വേണ്ടിയിട്ട് അന്ന് തൊട്ട് ഇന്ന് വരെയും വേടൻ പ്രയത്നിച്ചു. അതിൻ്റെ ബലം കണ്ടു. ഇന്ന് നിശബ്ദരാക്കപ്പെട്ട ആളുകൾക്ക് അവർക്ക് ശബ്ദമില്ലായ്മയില്ല, അവരെല്ലാ കാര്യങ്ങളും പ്രതികരിച്ചു തുടങ്ങി. അതൊരു ചെറിയ വിഷയമാണെങ്കിൽ പോലും നല്ല രീതിയിൽ പ്രതികരിച്ചു തുടങ്ങി. അപ്പം അങ്ങനെ ആ ഒരു നിശബ്ദരാക്കപ്പെട്ടവർക്ക്, അല്ലെ കരുത്തില്ലാത്ത ആളുകൾക്ക് കരുത്തനായിട്ടല്ലേ കരുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ, പകർന്നു നൽകാൻ വേണ്ടിയിട്ടൊക്കെ നിന്നൊരു വ്യക്തി, ആ വേടനെ ഈ ഒരു അംഗീകാരം നമ്മുടെ സർക്കാർ കൊടുത്തില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അത് വല്ലാത്ത മോശമായി പോയേനെ. എന്തായാലും ആ അർഹിക്കുന്ന അംഗീകാരം വേടൻ്റെ കൈകളിലേക്ക് കിട്ടി. വേടൻ ആ അവാർഡ് മേടിച്ചതിന് ശേഷം അച്ഛൻ്റെ കണ്ണൊക്കെ നിറഞ്ഞാണ് കേട്ടോ നിൽക്കുന്നത്. അച്ഛൻ്റെ കണ്ണ് നിറഞ്ഞ്, അച്ഛൻ്റെ മനസ്സ് നിറഞ്ഞ്, അച്ഛന് ഒരുപാട് സന്തോഷമുണ്ട്. അതിനേക്കാൾ അപ്പുറം അച്ഛൻ ഒരുപാട് വിതുമ്പിക്കൊണ്ടൊക്കെയാണ് അവിടെ നിൽക്കുന്നത്. അങ്ങനെ ആ അച്ഛൻ വിഷമിച്ച് അടുത്ത് നിൽക്കുമ്പോൾ വേടൻ ഒരു സ്നേഹ ചുംബനം കൂടി അച്ഛന് നൽകുന്നുണ്ട്. എൻ്റെ ഈ അച്ഛൻ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഇന്ന് നിൽക്കില്ല എന്നൊക്കെയായിരുന്നു പറഞ്ഞത്. ഈ ഒരു കമൻറ്റ് ബോക്സ് ഞാൻ നോക്കിയപ്പോൾ ഒരുപാട് ആളുകളുടെ വിഷമം ഞാൻ കണ്ടു. വിഷമം വേടനെതിരെയുള്ള വിഷമമാണ് കേട്ടോ. ഇതുപോലെ കോമഡി ഓഫ് ദി ഇയർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ഇതുപോലെ കഞ്ചാവ് വലിച്ചിട്ട് ഇവനെ കൊണ്ടിങ്ങനെ പാട്ടൊക്കെ പാടിയ, അല്ലെ കഞ്ചാവ് വലിക്കുന്ന ഒരുത്തിന് ജന്മം നൽകി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ കമൻ്റ് ഇട്ടിട്ടുണ്ട്. അതിൽ ചില ആളുകൾ വേടൻ്റെ അടുത്തൊരു റിക്വസ്റ്റ് കൂടി കൊടുത്തിട്ടുണ്ട്, എല്ലാ വേദികളിലും വേടനെ അച്ഛനെ കൂടി കൊണ്ടുപോകാമായിരുന്നു എന്നുള്ളത്. അപ്പം അങ്ങനെ എല്ലാ തരത്തിലും വേടനെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ വേടനൊപ്പം എന്നും ഉണ്ടാകും. ഈ ഒരു അവാർഡ് കിട്ടുന്ന സമയത്തും ഒരുപാട് ആളുകൾ എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നത്, ഇതുപോലെ ചേട്ടാ വേടൻ അവാർഡ് കിട്ടി, നമ്മുടെ വേടൻ അവാർഡ് കിട്ടി, ഇത് വേടനെ തന്നെ അർഹിക്കുന്നതാണ്, ചേട്ടാ വീഡിയോ കണ്ടില്ല, വീഡിയോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്, എസ്പെഷ്യലി കീതു എന്ന് പറയുന്നൊരു കുട്ടി, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത്. അപ്പം അങ്ങനെ അർഹതയ്ക്കുള്ള അംഗീകാരം വേടന് കിട്ടുകയുണ്ടായി. വേടൻ അത് കൈപ്പറ്റി. അതിനുശേഷം വേടൻ്റെ ആ ഒരു സ്റ്റേജ് വിട്ട് വേടൻ പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം. അപ്പം അങ്ങനെ വേടന് കേരളം കൊടുത്തിട്ടുള്ള ഒരു സ്നേഹോപകാരമായിട്ട് തന്നെയാണ് ഈ ഒരു അവാർഡിനെ വേടൻ കാണുന്നത്. ഇനിയും കേരളത്തിലെ ജനങ്ങൾ ഈ രീതിയിൽ തന്നെ വേടനെ പിന്തുണയ്ക്കും. അതിന് സംഖ്യയല്ല, സംഖ്യകളുടെ അപ്പം വന്നാലും അപ്പൻ്റെ അപ്പം വന്നാലും അതിനപ്പുറത്തേക്ക് ആര് വന്നാലും ഈ ഒരു പിന്തുണ കേരളത്തിലെ ജനങ്ങൾ എന്നും കൊടുക്കും. അടിച്ചമർത്തപ്പെട്ടവർക്ക് മാത്രമല്ല, എല്ലാ ആളുകൾക്കും വേടൻ ഒരു നല്ല മനുഷ്യനായിട്ട്, അല്ലെങ്കിൽ വേടൻ ഒരു നല്ല പ്രതീകമായിട്ട്, അല്ലെങ്കിൽ വേടൻ നല്ലൊരു റോൾ മോഡലായിട്ട് തന്നെ ഉണ്ടാവും. അത് കഞ്ചാവ് വലിച്ചതിൻ്റെ പേരിലോ, അല്ലെങ്കിൽ പെണ്ണു വിഷയത്തിൻ്റെ പേരിലോ, മീറ്റു ആരോപണ കേസിൻ്റെ പേരിലോ ഒന്നുമല്ല. വേടൻ എന്ന് പറയുന്നൊരു മനുഷ്യനെ കണ്ടിട്ടാണ്. ബാക്കിയുള്ള കേസുകൾ, അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാവരും ഒക്കെ ഉപയോഗിക്കുന്നതാണ്, ഒരാളെ മാത്രം കുറ്റപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ എല്ലാം തികഞ്ഞവരായിട്ട് ആരും ഇല്ല എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ വേടൻ ഇനിയും ഇവിടെ ഉണ്ടാവും, ഇനിയും ഒരുപാട് കാലം നമുക്കൊപ്പം ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്.